ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് UAEയിൽ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഈസിയായിട്ട് എങ്ങനെ UAE ഡ്രൈവിംഗ് ലൈസൻസ് നേടിയെടുക്കാമെന്നുള്ള പ്രൊസീജിയറുകളും അതുപോലെ തന്നെ അതിന് വേണ്ട ഇത്തിരി ടിപ്സ് ആൻഡ് ട്രിക്സുകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഫുൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ട്രിക്സുകൾ ആൻഡ് ടിപ്സുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. പാർട്ട് 2ലാണ് ഇതിൻ്റെ റോഡിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയുന്നത്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേഷനുകൾ കാര്യങ്ങളും ഉടനടി ലഭിക്കുന്നതായിരിക്കും. UAE പോലുള്ള ഒരു രാജ്യത്ത് ഗതാഗത നിയമങ്ങൾ വളരെയധികം ശക്തമായി പാലിക്കുന്നത് കൊണ്ടാണ് ആക്സിഡൻറ്റുകൾ വളരെയധികം കുറവുള്ളത്. ഇവിടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വിസയുള്ള ആളുകൾക്കാണ് മെയിൻലി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫയൽ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നത്. മുറൂറിൽ പോയിട്ടാണ്, മുറൂർ എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടാണ് ഫയൽ ഓപ്പണിംഗ് കാര്യങ്ങളുള്ളത്. UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഫയൽ ഓപ്പൺ ആക്കിയത് റാസൽ ഖൈമയിലായിരുന്നു. ഞാൻ പഠിച്ച സ്ഥാപനം റാസൽ ഖൈമയിലെ നക്കീലിലുള്ള അല്ലി ഡ്രൈവിംഗ് സ്കൂളിലായിരുന്നു. അവിടെ നിന്നാണ് പാർക്കിംഗ്, സൈഡ് പാർക്കിംഗ്, അതുപോലെ തന്നെ ഹാഫ് ക്ലച്ച് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞത് അവർ നല്ല നിലയിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങൾ പരിചയസമ്പത്തുള്ള സ്ഥാപനമാണ് അല്ലി ഡ്രൈവിംഗ് സ്കൂൾ റാസൽ ഖൈമ. ഇവിടെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ച് തരുന്നത് കൊണ്ട് ഒരുപാട് മലയാളികളായ വിദ്യാർത്ഥികൾ ഇവിടെ വരുന്നുണ്ട്. ഈ കാണുന്നത് സൈഡ് പാർക്കിങ്ങിൻ്റെ പൊസിഷൻസാണ്. സൈഡ് പാർക്കിംഗ് ചെയ്യേണ്ട രീതി ഇതിൽ പറയുന്നുണ്ട്. ഈ പൊസിഷനിലോട്ട് കൊടുന്ന് നിർത്തണം കാറ്. മുറൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ തന്നെയാണ്. ഇത് ബാക്ക് പാർക്കിംഗ്. കാർ അവിടെ നിന്ന് എടുത്തിട്ട് ബാക്കിൽ റിവേഴ്സ് ചെയ്തിട്ട് തിരികെ അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം. ഇത് ഹാഫ് ക്ലച്ച്. മാനുവൽ ഗിയർ എടുക്കുന്നവർക്കാണ് മെയിൻലി ഹാഫ് ക്ലച്ച് ഉണ്ടാവുക. ഹാഫ് ക്ലച്ചിൻ്റെ പൊസിഷൻ, ഹാഫ് ക്ലച്ച് ചെയ്യേണ്ട വിധം, അതുപോലെ തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ ചെറിയൊരു കയറ്റമായിരിക്കും. അതിൽ കൊടുത്തിട്ട് പകുതിയിൽ ഇട്ടിട്ട് ഹാഫ് ക്ലച്ച് ചെയ്യാനാണ് അവർ പറയുക. ലൈസൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാനുവലും ഓട്ടോമാറ്റിക് 2 ഓപ്ഷനുണ്ട്. മാനുവൽ ഉള്ളവർക്കാണ് ഹാഫ് ക്ലച്ച് ഉണ്ടാവുക. ഓട്ടോമാറ്റിക് തിരഞ്ഞെടുക്കുന്നവർക്ക് ഹാഫ് ക്ലച്ച് ഉണ്ടായിരിക്കുന്നതല്ല. ഹാഫ് ക്ലച്ച് ചെയ്യുന്ന സമയത്ത് കാറ് ഒരു നിലക്കും താഴോട്ട് ഇറങ്ങി വരാൻ പാടില്ല. ആക്സിലേറ്റർ ചവിട്ടുന്ന സമയത്ത് ആക്സിലേറ്റർ ചീറിയത് കാരണം സൗണ്ട് കൂടുതലായി ഉണ്ടാവാനും പാടില്ല. ഹാഫ് പൊസിഷനിൽ ക്ലച്ച് നിർത്തിയിട്ട് ആക്സിലേറ്റർ ഹാഫ് പൊസിഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ കാറ് ഒരുപോലെ അവിടെ നിൽക്കും. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തുക. ഹാൻഡ് ബ്രേക്ക് റിലീസാക്കിയിട്ട് വീണ്ടും അവർ മുന്നോട്ട് എടുക്കാൻ പറയും. അത് പ്രാക്ടീസ് ചെയ്താൽ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഹാഫ് ക്ലച്ച്. പല ആളുകൾക്കും ഹാഫ് ക്ലച്ച് ഒരു നല്ല റിസ്ക്കായി തോന്നുന്നത് മതിയായ പ്രാക്ടീസ് ഇല്ലാതെ മുറൂറിൽ പോയി ടെസ്റ്റിന് പോകുന്നത് കൊണ്ടാണ്. ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ നിർബന്ധമായിട്ടും പ്രാക്ടീസ് എടുക്കണം. ഇത് സൈഡ് പാർക്കിംഗ് ആണ്. സൈഡ് പാർക്കിങ്ങും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ പോയി ചെയ്യാൻ പറ്റിയാൽ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ 3 ഏതെങ്കിലും ഒന്ന് ഫെയിലിയർ ആയാൽ അടുത്ത തവണ അത് ക്ലിയർ ചെയ്തിട്ട് വേണം പിന്നെ റോഡ് ടെസ്റ്റിലോട്ട് പോവാൻ. ഈ 3 ക്ലിയർ ചെയ്തവർക്ക് മാത്രമേ റോഡ് ടെസ്റ്റിൽ സ്റ്റെപ്പിലോട്ട് കടക്കാൻ സാധിക്കുകയുള്ളൂ. സൈഡ് പാർക്കിങ്ങിൻ്റെ സമയത്ത് കാറ് ക്ലിയർ ആയിട്ട് അതിനുള്ളിലോട്ട് പ്രവേശിക്കണം. കാറ് പിന്നിൽ വന്നിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല. പിന്നോട്ട് കാർ എടുത്തിട്ട് ടച്ച് ചെയ്യാതെ നിർത്തിയിട്ട് മുന്നോട്ട് കാറ് ചലിപ്പിച്ചിട്ട് ടയർ അതുപോലെ തന്നെ കാറിൻ്റെ പൊസിഷൻ ക്ലിയർ ആക്കി ലെവലാക്കി നിർത്തി വെക്കുക. കാറ് പിന്നിലോട്ട് വന്നിട്ട് ക്ലിയറായി വെച്ചതിന് ശേഷം പിന്നെ മുന്നോട്ട് എടുക്കുമ്പോൾ അവിടെ തട്ടാനൊന്നും പാടില്ല. നേരെ കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്യുക. ഇതിൻ്റെ 2ാം പാർട്ടിൽ റോഡിൻ്റെ നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും വിശദമായി പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ ഇതിൻ്റെ അപ്ഡേഷൻ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.
കൂടുതൽ മലയാളികളായ ആളുകളും ഈ സ്ഥാപനം ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ പോയി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.